വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ അച്ചടി നിർത്തിയതിനെതിരെ പരാതിയുമായി വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സംഘടന മുഖ്യമന്ത്രിയെ സമീപിച്ചു. കേരള മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റ് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. ആർ.സി ബുക്കിന്റെ അച്ചടി പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്നാണ് പരാതിയിലെ ആവശ്യം. കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ആർ.സി ബുക്ക് വാഹന ഉടമയുടെ അവകാശമാണെന്നാണ് സംഘടന നൽകിയ പരാതിയിൽ പറയുന്നത്. അച്ചടി നിർത്തിയ തീരുമാനം നിയമപരമായി നിലനിൽക്കുന്നതല്ല. കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങളിലെ ആർ.സി ബുക്ക് ആ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത് വാഹന ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിലൊന്നായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഡിജിറ്റൽ പദ്ധതിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥ വിഭാഗമായ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് പോകുന്ന രാജ്യത്തെ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം 2018 മുതൽ ഡിജിറ്റൽ വാഹനരേഖകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഡിജിറ്റൽ പകർപ്പിന് നിയമസാധുത നൽകി ഉത്തരവും പുറത്തിറക്കിയിരുന്നു. സംസ്ഥാനത്ത് സ്മാർട്ട് കാർഡ് രൂപത്തിലേക്ക് മാറിയ ആർ.സി ബുക്കിന്റെ അച്ചടി മുടങ്ങിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഡിജിറ്റൽ ആർ.സി എന്ന ആശയത്തിലേക്ക് മാറിയത്. ഈ സംവിധാനത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ആർ.സിക്ക് വേണ്ടി പണം മുടക്കേണ്ടതില്ലെന്നതും സവിശേഷതയാണ്. പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്ന അതേ ദിവസം തന്നെ വാഹന ഉടമയ്ക്ക് ആർ.സിയുടെ ഡിജിറ്റൽ പതിപ്പ് ലഭ്യമാകുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ നേട്ടമായി കണക്കാക്കുന്നത്. എം-പരിവർ, ഡിജിലോക്കർ എന്നീ മൊബൈൽ ആപ്പുകളിൽ ആർ.സി ബുക്ക് ലഭ്യമാകും. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങളോട് അവിടെയുള്ള ചില ഉദ്യോഗസ്ഥർ ആർ.സി ബുക്കിന്റെ അസൽ പതിപ്പ് ആവശ്യപ്പെടുന്നതാണ് ഡ്രൈവർമാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ആർ.സിയും മറ്റ് രേഖകളും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ഇതിനുള്ള നീക്കങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ.